തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് ഏറ്റവും അനുയോജ്യയായ താരങ്ങളിൽ ഒരാളാണ് മലയാളിയായ നയൻതാര. മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ ഈ താരറാണി ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത് ഒരു സംവിധായകന്റെ മനസ്സിലാണ്. തനിയൊരുവൻ എന്ന തമിഴ് ചിത്രത്തിന്റെ സംവിധായകൻ മോഹൻരാജയ്ക്ക് ഏറെ പ്രിയപ്പെട്ട നായികയായി മാറിയിരിക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. തനിയൊരുവൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമായ വേലക്കാരനിലും നയൻസ് ആയിരുന്നു നായിക. ഇപ്പോഴിതാ നയൻതാരയെ നായികയാക്കി നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മോഹൻരാജ. ഈ ചിത്രം സെപ്റ്റംബർ 29 തിയേറ്ററുകളിലെത്തും. ശിവകാർത്തികേയൻ, ഫഹദ് ഫാസിൽ എന്നിവർക്കൊപ്പം ശക്തമായ ഒരു കഥാപാത്രമായി നയൻസ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു. ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്ന ഫഹദ് ഫാസിലിന്റെ ആദ്യ തമിഴ് ചിത്രം എന്ന സവിശേഷത കൂടി ഈ ചിത്രത്തിനുണ്ട്. തനിയൊരുവൻ തമിഴകത്ത് ശ്രദ്ധേയ വിജയം നേടിയ ചിത്രമായിരുന്നു. മോഹൻരാജയുടെ സഹോദരൻ ജയൻ രവിയായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. ജയം രവിയുടെ നായികയായിട്ടായിരുന്നു നയൻതാര ചിത്രത്തിലെത്തിയത്. ഏറെക്കാലത്തിന് ശേഷം അരവിന്ദ് സ്വാമി എന്ന നടന്റെ ശക്തമായ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ ചിത്രം. നായകനും വില്ലനും ഒരേപോലെ പ്രാധാന്യം നൽകിയപ്പോൾ നയൻസിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ സംവിധായകന് കഴിഞ്ഞില്ല എന്ന തോന്നൽ തനിക്കും നയൻതാരയ്ക്കും ഒരുപോലെ ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ ചിത്രത്തിന്റെ ആദ്യ പ്രിവ്യൂ കണ്ടതിനു ശേഷം നയൻസിന്റെ ആശങ്ക മാറിയെന്നും മോഹൻരാജ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പ്രിവ്യൂ കഴിഞ്ഞ് തന്റെ മുന്നിലെത്തിയ നയൻതാര ഒരു നടി എന്ന നിലയിൽ നല്ല പ്രൊജക്റ്റിൽ സഹകരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും മോഹൻരാജ കൂട്ടിച്ചേർത്തു. മൂന്നാം ചിത്രം വേലക്കാരനിലും പ്രധാന കഥാപാത്രമായി നയൻതാര എത്തുന്നുണ്ട് എങ്കിലും നയൻതാരയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു ചിത്രമൊരുക്കാനൊരുങ്ങുകയാണ് മോഹൻരാജ. കഥ പൂർത്തിയാക്കിയ അദ്ദേഹം തിരക്കഥ ജോലികളിലേക്ക് ഉടൻ പ്രവേശിക്കും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.